ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് എത്ര 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 അനുഭവങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഹിന്ദിയിൽ പറയും സബർ കാ ഫൽ മീഠാ ഹോത്താ എന്ന്. നമ്മളെ കാത്തിരിക്കുന്നതിന്റെ ഫലം മധുരമുള്ളതാണ്. പലപ്പോഴും ആമേൻ. നമുക്ക് ഇപ്പം വേണം ഇപ്പം വേണം എന്നുള്ള, ദൈവത്തിന് ഓരോ സംഗതിക്കും ഓരോ സമയമുണ്ട്. പ്രാർത്ഥിച്ചിട്ട് സൂസൻ സിസ്റ്റർ പ്രാർത്ഥിച്ച് 18 19 വർഷം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചത്. അങ്ങനെ അനേക പ്രാർത്ഥനാ വിഷയം ചിലത് ദൈവം നമുക്ക് പെട്ടെന്ന് തരും, ചിലത് ദൈവത്തിനൊരു സമയമുണ്ട്, അപ്പോഴേ അതിൻ്റെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ദൈവവചനത്തിൽ പറയുന്ന പരിജ്ഞാനമില്ലായികയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നത്. ദൈവജനത്തിന് പരിജ്ഞാനം ആവശ്യമാണ്. അപ്പം ഇന്ന് പ്രഭാതത്തിൽ ജോൺ ഐസക് പാസ്റ്റർ പറഞ്ഞ പോലെ ദൈവജനം ഹാലോവീൻ വരുമ്പോൾ മുട്ടായി കൊടുക്കാനും ട്രാക്ടർ അല്ല, അവിടെ അത് തെറ്റായ പ്രവണതയാണ്. അതാണ് ദൈവത്തിൻ്റെ വചനം, പരിജ്ഞാനമില്ലായികയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. നമ്മൾ പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കണം. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ നമ്മൾ ദൈവജനമാണെന്ന് നമുക്കൊരു സെപ്പറേഷൻ ആവശ്യമാണ്. നമുക്കൊരു വചനം വായിക്കാം. സങ്കീർത്തനം 119 105 വാക്യം വായിക്കാം. ഇതിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഓക്കെ, നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു വാക്യമാണ്. വേറൊരു വാക്യം കൂടെ വായിക്കാം. പ്രോവർബ്സ് 6:23. സദൃശവാക്യം 6:23. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവും ആകുന്നു. ഓക്കെ, ഇത് ഒരു എക്സ്പ്ലനേഷനും കൂടാതെ പറഞ്ഞിരിക്കുന്നതാണ്. ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവവചനമാണ് നമുക്ക് ജീവനും ചൈതന്യവും നൽകുന്നത്. നമ്മളെ കൽപ്പന പ്രമാണിക്കുമ്പോഴാണ്. അനേക വാക്യങ്ങൾ നമുക്ക് ദൈവത്തിന്റെ വചനത്തുണ്ട്. ഈ 119 സങ്കീർത്തനത്തെ പറ്റി പറയുമ്പോൾ ഇതിന്റെ തലക്കെട്ടിലൊന്നും പറഞ്ഞിട്ടില്ല ആരാണ് ഇത് എഴുതിയിരിക്കുന്നത്. നല്ല പുറകോട്ട് നമ്മൾ നോക്കുമ്പോൾ 110 സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുൻപോട്ട് വരുമ്പോൾ പിന്നെയുള്ള ഈ 119 ഒക്കെ കഴിഞ്ഞിട്ട് ആരോഹണ ഗീതമെന്ന്. ഇവിടെയൊന്നും ദാവീദിൻ്റെ സങ്കീർത്തനം എന്ന് പറയുന്നില്ല. എന്നാൽ കഴിഞ്ഞ ആ 110 സങ്കീർത്തനത്തിൻ്റെ തുടർമാനമായിട്ട് നമ്മൾ ഇത് വായിച്ചു നോക്കിയാൽ നമുക്കറിയാം ഇത് ദാവീദിനാൽ രചിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണെന്ന്. കാരണം ഇവിടെ ഈ പറയുന്ന സങ്കീർത്തനക്കാരന് ദൈവവുമായിട്ടൊരു അടുത്ത ബന്ധം, ഒരു ആത്മീയ ബന്ധം, താനുമായിട്ട് ഒരു എന്താ പറയുന്നത് പേഴ്സണലായിട്ടൊരു റിലേഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ 119 സങ്കീർത്തൻ്റെ ആദ്യം തൊട്ട് അതിൻ്റെ അവസാനം വരെ 170 ഇത്രയും വാക്യങ്ങളുണ്ടല്ലോ. അതുവരെയും 176 വരെ ഉണ്ടല്ലോ. ഈ വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ദാവീദിന് ആ സങ്കീർത്തനക്കാരനോട് ദൈവവുമായിട്ടുള്ള ആ പേഴ്സണൽ ബന്ധം. ദൈവങ്ങളെ നമ്മൾ ദൈവവചനം എന്ന് പറയുന്ന ദൈവജനത്തിന്റെ പ്രകാശഗോപുരമാണ്. നമുക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാനായിട്ട് ഒരേ ഒരു അഭയസ്ഥാനം മാത്രമേ ഉള്ളൂ. ഇന്ന് തന്നെ നമ്മൾ വായിച്ചല്ലോ, രാവിലെ തോറും അവന്റെ ദയയും രാത്രി തോറും അവന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലതാണ്. കാരണം അങ്ങനെ വർണ്ണിക്കാൻ നല്ലതാകുമ്പോഴാണ് ദൈവത്തിന്റെ വചനം നമ്മുടെ പാതയ്ക്ക് പ്രകാശവും നമ്മുടെ കാലുകൾക്ക് ദീപമായിട്ട് വരുന്നത്. ദൈവവചനത്തെ പറ്റി പറയുന്ന എന്താ, നമ്മൾ രാത്രികാലങ്ങളിൽ പിന്നെ വനാന്തരത്തിൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രകാശം ആവശ്യമാണ്. ആ പ്രകാശം എന്ന് പറയുന്നത് നമ്മുടെ പാതയ്ക്ക് നമ്മൾ മരത്തിൻ്റെ വേരുകളിൽ തട്ടാതെ, കുഴികളിൽ വീഴാതെ, ഇഴജാതികളെ ഒന്നും തടാതെ, വല്ല മൃഗങ്ങളും കടന്നു വരുന്നുണ്ട് അതിനാലൊന്നും അപായം പെടാതിരിക്കാനായിട്ട് ആണ് നമുക്ക് വിളക്കിൻ്റെ ആവശ്യമുള്ളത്. ദൈവമക്കളെ, നമ്മളൊക്കെ ഓർക്കുന്നില്ലേ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ യോഗത്തിനൊക്കെ കടന്നിട്ട് പോയിട്ട് വരുമ്പോൾ 4-5 മൈലൊക്കെ നടന്ന് രാത്രിയിൽ വരുമ്പോൾ അന്ന് വഴിവിളക്കുകളൊന്നുമില്ല. ചിലർക്കെങ്കിലും അങ്ങനെയുള്ള അനുഭവം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മണ്ണെണ്ണ വിളക്കും കൊണ്ട് പോയ അനുഭവങ്ങളുണ്ട് നമ്മൾ.
അതുകൂടാതെ പിന്നെ ചൂട്ടുകറ്റയും കത്തിച്ച് പോയിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ റാന്തൽ വന്നു. പിന്നെ ഈ വലിയ വലിയ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നിടത്ത് പെട്രോമാക്സ് ആണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഈ ലൈറ്റിംഗ് സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ദാസൻ പറയുന്നത് ഈ ലോകത്ത് ദുഷ്ടലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ നേരായ പാതയിൽ നടക്കാനായിട്ട് നമുക്ക് കൃപ തരുന്നത്. അത് ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിച്ച് ആ വചനം നമ്മുടെ ജീവിതത്തിൽ കൂടെ ജീവനായിട്ട് വെളിയിൽ വരണം. ഒരു വചനം നമ്മൾ വായിച്ച് വായിച്ച് വിടുകയല്ല. ദൈവവചനം വായിച്ചോ എന്ന് ചോദിച്ചാൽ വായിച്ചു, അങ്ങനെയല്ല. ഇപ്പൊ ഒരു പ്രവാചകന്റെ അടുത്ത് നമ്മൾ പോകേണ്ട ആവശ്യം പലപ്പോഴും ഉണ്ടാകുന്നില്ല. കാര്യം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ മാനസികമായിട്ട് ക്ലേശം അനുഭവിക്കുമ്പോൾ, ഭാരപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ അതിൽ കൂടെ നമുക്ക് ദൈവം ഉത്തരം തരാറുണ്ട്. അത് നമ്മളോട് സംസാരിക്കും. നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഉള്ള കാര്യങ്ങൾ നമ്മളെ വെളിപ്പെടുത്തും. മുന്നോട്ട് വരുമ്പോൾ ഞാൻ പറയാം. അങ്ങനെയാ ഈ ദൈവത്തിന്റെ വചനമാണ് കൃപ തരുന്നത്. നമ്മൾ അറിയുന്ന എത്രയോ പേര് ദൈവമക്കളെന്ന് പറയുന്നെങ്കിലും ദൈവവചനം വായിക്കാനോ ധ്യാനിക്കാനോ സമയം കണ്ടെത്താറില്ല. കാരണം ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയകളുണ്ട്, ഫോണുകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെ ഇഴുകിച്ചേർന്നിരിക്കുമ്പോൾ അത് സാത്താൻ്റെ വലിയൊരു തന്ത്രമാണ് ദൈവമക്കളെ. കാരണം നമ്മൾ ദൈവവചനം പഠിക്കേണ്ട സമയത്ത് നമ്മൾ ഫോണിൽ ഒന്ന് കഴിയുമ്പോഴേക്ക് അടുത്തത്, അങ്ങനെയാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുക. അടുത്തത് കഴിയുമ്പോൾ ഒന്നുകൂടെ, അങ്ങനെ 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 നമ്മുടെ സമയങ്ങൾ പോകുന്നു നമ്മൾ അറിയത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം അത് തേനിനേക്കാൾ മധുരമേറിയതാണെന്ന് ഈ കർത്താവിൻ്റെ ദാസൻ ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞ്. അതെങ്ങനെയാണ് മാധുര്യമാക്കേണ്ടത്? നമ്മൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ പഠിക്കുമ്പോഴാണ്. ഇന്ന് നമുക്ക് വിവിധ തരത്തിലുള്ള ലൈറ്റുകളുണ്ട്. പണ്ടത്തെ കാലത്ത് അതില്ലാതിരുന്നെങ്കിൽ ഇന്ന് വിവിധ തരത്തിലുള്ള ലൈറ്റുകളുണ്ട്. നിയോൺ ലൈറ്റുകളുണ്ട്, പിന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റുകളുണ്ട്, അതുപോലെ തന്നെ സിറ്റിയെ പ്രകാശിപ്പിക്കുന്ന ലൈറ്റുകളുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള ലൈറ്റുകളാണ് നമുക്ക് ഈ പിന്നെ റെഡ് ലൈറ്റിൽ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നിൽക്കാനായിട്ട് ഒരു ഉപദേശമാണത്. നമുക്കൊരു റൂളാണത്, ഒരു ലോ അവിടെ എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു ലോ നമുക്ക് തന്നിട്ടുണ്ട്. ആ ലോ നമ്മൾ പിൻപറ്റുമ്പോഴാണ് നമ്മൾ ദൈവവചനവുമായിട്ട് ഇഴുകിച്ചേരുന്നതും ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിയിലേക്ക് വരുന്നതും ദൈവം നമ്മളിൽ കൂടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതും. ദൈവത്തിൻ്റെ അത്ഭുതം എങ്ങനെയാണ് ഇന്ന് മോനച്ചൻ പാസ്റ്റർ നമ്മളെ അതാണ് എല്ലാ തേഴ്സ്ഡേയും കടന്നു വരുമ്പോൾ ഉപദേശിക്കാറുണ്ട്. നിങ്ങൾ ദൈവവചനം എടുത്ത് സംസാരിക്കണം, ദൈവവചനം വായിക്കണം, ഒരു വാക്യം എടുത്തിട്ട് അതിനെ ധ്യാനിക്കണം എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഈ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. അത് നമ്മുടെ പാതയ്ക്ക് പ്രകാശമാണെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ അനേകർക്ക് ഇന്ന് നമുക്ക് പറ്റാത്തതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നുണ്ടെന്ന് പറയുന്നെങ്കിലും നമ്മൾ രാവിലെയും വായിച്ച് വൈകിട്ടും വായിച്ച് അങ്ങനെ കടന്നു പോകുന്നതല്ലോ. ദൈവത്തിൻ്റെ മക്കള് ദൈവവചനം വായിക്കാനായിട്ട് സമയം കണ്ടെത്തണം, അത് ധ്യാനിക്കാൻ സമയം കണ്ടെത്തണം. അപ്പോഴാണ് എൻ്റെ വചനം നിങ്ങളിലും ദൈവവചനം നമ്മളിൽ വസിക്കുമ്പോഴാണ് നമ്മുടെ വായിൽ കൂടെ നമ്മൾ എന്ത് പറഞ്ഞാലും സംഭവിക്കുന്നത്. നമ്മൾ ലോകത്തിന്റെ വഴികളിൽ ഇതിലെ നടന്നേച്ച് അത്ഭുതം സംഭവിക്കണം എന്ന് പറഞ്ഞാൽ സംഭവിക്കത്തില്ല. നമ്മുടെ എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, ദൈവവചനം ധ്യാനിച്ചേ മതിയാവുള്ളൂ. ദൈവവചനം എന്താണ്? വചനം ജഡമായിട്ട് നമ്മുടെ അടുത്ത് വസിച്ചു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ഈ വചനമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. വചനം നമ്മൾ ധ്യാനിക്കുമ്പോഴാണ് ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നത്. നമ്മൾ വ്യക്തിയെ അറിയണമെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഫോൺ ചെയ്യും, അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മൾ സ്നേഹബന്ധം, അവരുടെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കുക. അപ്പോഴാണ് അവരെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മളെപ്പറ്റി അവർക്ക് മനസ്സിലാക്കാം. ആ രീതി തന്നെയാണ് ഇവിടെ. ദൈവത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ സ്രോതസ് എവിടെയാണ്? ദൈവത്തിൻ്റെ വചനമാണ്. അവിടേക്ക് നമ്മൾ കടന്നു ചെല്ലണം. അവിടേക്ക് നമ്മൾ കടന്നു ചെന്ന് അപ്പം ദൈവം നമ്മളോട് സംസാരിക്കുകയും നമ്മളെ ദൈവത്തിന് മനസ്സിലാകുകയും ചെയ്യുന്ന അവസരങ്ങളാണ്. അങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം വളരെ നന്നായിട്ട് വായിക്കേണ്ടത്. എന്നാൽ ദൈവമൊക്കെന്ന് അഭിമാനിക്കുന്ന അനേക ബൈബിൾ പ്രതികൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ കൈകളിലുണ്ട്. എന്നാൽ നമുക്കത് വായിക്കാൻ സമയമില്ല. ഇന്ന് ഈ പിന്നെ കമ്മ്യൂണിസ്റ്റ് കൺട്രികളിൽ ഒക്കെ ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. ഒരു പേജുകളൊക്കെ അവർ സ്മഗിൾ ചെയ്താണ്.
സ്മഗിൾ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് അത് ആ വചനം മൊത്തം അവരങ്ങ് പഠിക്കുക എന്നുള്ള അതിനോടുള്ള ആ ദാഹം എത്രത്തോളം ഉണ്ടെന്ന് ഇന്ന് നമുക്ക് ധാരാളം ഉണ്ട്. എൻ്റെ കയ്യിൽ തന്നെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ ആയിട്ട് ഒരു 12 ബൈബിളോളം എൻ്റെ കയ്യിലുണ്ട്, വിവിധ എഡിഷനും വിവിധ ഇതുകളുമായിട്ട്. എന്നാൽ ഒരു വചനം പോലും കടന്നു ചെല്ലാത്ത ഇടത്ത് ഈ പിന്നെ ഇറാനിലും മറ്റുമൊക്കെ 10-20 വയസ്സ് പ്രായമുള്ള കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു 25,000 ബൈബിൾ ഈ അടുത്ത നാളുകളിൽ സ്മഗിൾ ചെയ്തെത്തിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തോടുള്ള ആ ദാഹം മനുഷ്യന്റെ എന്താന്ന് മനസ്സിലാക്കണം. അത് അപ്പം അങ്ങനെയുള്ള ആ ദാഹം വരുമ്പോഴാണ് ദൈവം നമ്മുടെ പാതയ്ക്ക് പ്രകാശമായിട്ട് നമ്മളെ ഇങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ വചനത്തിലുണ്ട്. പണ്ടാരോ പറഞ്ഞു ബൈബിൾ എന്ന് പറയുന്നത് ബേസിക് ഇൻസ്ട്രക്ഷൻ ബിഫോർ ലീവിങ് ദി എർത്ത്. അത് എത്രയോ വാസ്തവമാണ്. ജീവനും ഭക്തിക്കുള്ളതെല്ലാം ഈ വചനത്തിലുണ്ട്. ഓരോ ദിവസവും വചനം വായിക്കുമ്പോഴാണ് അതിൻ്റെ വെളിപ്പാടുകൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, നമ്മളെ വെളിപ്പെടുത്തുന്നത്. പിന്നെ നമ്മൾ പ്രതിബന്ധങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും വരുമ്പോൾ നമ്മൾ പഴിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ അപ്പം നമ്മൾ ബൈബിളിലോട്ട് പോകണം. അങ്ങനെയാണ് കഴിഞ്ഞ കാലത്തുള്ള ഭക്തന്മാർ ചെയ്തത്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവർ ദൈവത്തിന്റെ വചനത്തിലോട്ട് കടന്നു പോയിട്ട് വായിക്കും. പിന്നെ സങ്കീർത്തനക്കാരനെ അതിന്റെ 103 വാക്യത്തിൽ നമുക്കൊന്ന് വായിക്കാം സിസ്റ്റർ. അത് തിരുവചനം മധുരമാണെന്ന് എന്റെ എണ്ണാക്കിന് എത്ര മധുരം, അവ എന്റെ വായിക്ക് തേനിലും നല്ലത്. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് തേനിനേക്കാൾ മധുരമാണെന്ന്. അതെന്താണ് അതിനെ അങ്ങനെ രുചിച്ചെറിഞ്ഞ ഒരു വ്യക്തിക്ക് യഹോവ നല്ലവനെന്ന് രുചിച്ചെറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനെന്ന് 34 സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയായി രുചിച്ചറിയുന്നവർക്ക് മാത്രമേ ആ തേനിന്റെ മാധുര്യം, ദൈവവചനത്തിന്റെ മാധുര്യം മനസ്സിലാവുള്ളൂ. 119:11 നമുക്കൊന്ന് വായിക്കാം. അവനോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവവചനം സൂക്ഷിക്കണം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് അതെ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കുക. നമ്മളൊരു പാപം ചെയ്യാൻ പോകുമ്പോൾ ദൈവമക്കളെ, നമ്മുടെ ആത്മാവിൻ്റെ പിന്നെ വിശുദ്ധീകരണം, ആത്മാവിൻ്റെ ക്രമീകരണം ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും ശരീരം നമ്മുടെ ഇതുവരെയും രൂപാന്തരപ്പെടുകയൊന്നും ചെയ്ത്. അപ്പം നമ്മൾ ഈ മൺമയമായ ശരീരത്തിലാണ് ഇരിക്കുന്നത്. ഈ മൺമയമായ ശരീരത്തിൽ ഇരിക്കുമ്പോൾ പാപം ചെയ്യാം. അത് ഏത് ഭക്തനാണെന്ന് പറഞ്ഞാലും, വലിയ പാസ്റ്റർ ആണേലും ശരി, ദൈവമക്കളെ എന്തെങ്കിലും ഒരിക്കൽ നാവ് കൊണ്ട് പാപം ചെയ്യുമോ, അങ്ങ് എന്തെങ്കിലും നമ്മുടെ കണ്ണുകൾ വേണ്ടാത്തടത്തൊന്ന് നോക്കുവോ ഒക്കെ ചെയ്യും. പാപം ചെയ്യുന്ന ആ പ്രവണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് നമ്മൾ ശരിയല്ല, അങ്ങനെ നമ്മൾ നോക്കിയത് ശരിയല്ല, അത് നമ്മൾ പറഞ്ഞത് ശരിയല്ല, അങ്ങനെ ചിന്തിച്ചത് ശരിയല്ലെന്ന്. അങ്ങനെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്കൊരു ഉത്തേജനം തരത്തുള്ളൂ. അതുകൊണ്ട് വായിച്ച് ഹൃദയത്തിൽ ധ്യാനിച്ചു വെക്കണം, നമ്മൾ ഹൃദിസ്ഥമാക്കണം. ഇനി നമുക്കൊരു വാക്യം വായിക്കാം. 119:30 വാക്യം. വിശ്വസ്തയുടെ മാർഗം ഞാൻ അല്പബുദ്ധികളെ പ്രകാശിപ്പിക്കുക, അല്പബുദ്ധികൾക്ക് ജ്ഞാനം കൊടുക്കുന്നതാണ്. 30. വിശ്വസ്തയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിന്റെ വിധികളെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അതല്ല, നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്നു. ബുദ്ധിമാന്മാരല്ലേ പറഞ്ഞു. ഈ അല്പബുദ്ധികൾക്ക് 30. ഓക്കെ, 130. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദം ആകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. നമുക്ക് ബുദ്ധിയില്ലെങ്കിൽ നമ്മൾ ഭാരപ്പെടുകയൊന്നും വേണ്ട. ദൈവത്തിന്റെ വചനം വായിച്ചാൽ മതി. ദൈവത്തിന്റെ വചനം വായിച്ചു കഴിയുമ്പോൾ അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നത് ദൈവത്തിന്റെ വചനം. അതായത് നമ്മളെ ജീവിപ്പിക്കുന്നതും ഈ ദൈവത്തിന്റെ വചനമാണ്. 119:50 നമുക്ക് പറഞ്ഞ നമ്മുടെ കഷ്ടതയിൽ നമുക്ക് ആശ്വാസം തരുന്നത് ദൈവത്തിന്റെ വചനമാണ്. പിന്നെ 119:42 പറയുന്നു, ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. നമ്മളുടെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു, അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്നു, പിന്നെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നമ്മളെ സൂക്ഷിക്കുന്നു.
ഇതൊക്കെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇപ്പം വചനം അറിയാത്ത ഒരാൾ ഇപ്പോൾ ഈ സാത്താന് നമ്മളെക്കാളും വചനം അറിയാം കേട്ടോ. സാ സാത്താൻ വചനം കൊണ്ടാണ് കർത്താവിനോട് 40 ദിവസത്തെ തൻ്റെ ഉപവാസത്തിൽ മരുഭൂമിയിലായിരുന്നപ്പോഴേക്ക് സാത്താൻ ചെന്നിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലപ്പമാകാൻ പറ. പറഞ്ഞു സാത്താൻ വചനം അറിയാം, അതുകൊണ്ടാണ് സാത്താൻ പറഞ്ഞത്. അപ്പൊ എന്താ, കർത്താവ് വചനം എടുത്താണ് മനുഷ്യൻ അപ്പം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല വരുന്ന ദൈവത്തിന്റെ ഏതും വായിൽ വചനം കൂടി എടുത്താണ്. വരുന്ന അതൊന്ന് സകല വായിക്കണം. വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് സാത്താനോട് പറഞ്ഞത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടിയാണ് ദൈവമക്കൾ ജീവിക്കുന്നത്, അല്ല അപ്പം കൊണ്ട് മാത്രമല്ലെന്ന്. അപ്പോൾ സാത്താൻ പലപ്പോഴും കർത്താവിനെ പരീക്ഷിച്ചപ്പോൾ ഈ 91 സങ്കീർത്തനത്തിന്റെ ഒരു ഭാഗം എടുത്തിട്ടാണ് നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വേണം അവൻ ദൂതന്മാരെ. എന്നാൽ അതിന്റെ പുറകിലുള്ള മൊത്തമായിട്ട് സാത്താനെ സംസാരിക്കത്തില്ല, ഭാഗികമായിട്ട്. ഇന്നും അതാണ് നമ്മുടെ ജീവിതത്തിൽ, ഭാഗികമായിട്ട് സംസാരിച്ച് ദൈവമക്കളെ ലോകത്തിന്റെ വഴികളിലേക്കൊക്കെ വലിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ നമുക്ക് കാണാമല്ലോ. ഇങ്ങനെ ഇരുൾ തിങ്ങിയ ഈ ജീവിതപാതയിൽ നമ്മൾ നേരായി ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതാണ് 110 സങ്കീർത്തനത്തിലുടനീളം സങ്കീർത്തനക്കാരൻ അതാണ് പറയുന്നത്. അപ്പം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം, ദൈവത്തിൻ്റെ വചനം നമ്മളിലുണ്ടോ, അതോ നമ്മളൊരു പ്രശ്നം വരുമ്പോഴേക്ക് നമ്മൾ ഭാരപ്പെടുന്നവരാണോ, അതോ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ആശ്രയിക്കുന്നവരാണോ എന്ന് നമ്മളെ തന്നെ നമുക്ക് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ പ്രകാശം അത് കോൺസ്റ്റന്റ് ആണ്. കാര്യം എന്താന്ന് ചോദിച്ചാൽ ദൈവം മാറാത്തവനാണ്, അതുകൊണ്ട് ദൈവത്തിന്റെ പ്രകാശവും മാറാത്തവന്. നമ്മൾ ഇന്ന് കാണുന്ന പ്രകാശങ്ങള്, ലൈറ്റിന്റെ പ്രകാശങ്ങളും ഇവൻ സൂര്യനും ചന്ദ്രനും പോലും അതിന്റെ പ്രകാശം നഷ്ടപ്പെടുന്ന ഒരു അവസരമുണ്ട്. ഈ ലൈറ്റുകളെല്ലാം അണഞ്ഞു പോകുന്നതാണ്. നേരായ പാതയിൽ നടക്കാനായിട്ട് നമുക്കുള്ള ഒരേ ഒരു സത്യ വെളിച്ചം ദൈവത്തിന്റെ പ്രകാശം, ദൈവത്തിന്റെ വചനം മാത്രം. ദൈവം മാറാത്തവനായതുകൊണ്ട് ദൈവത്തിന്റെ വചനവും മാറാതെ നിൽക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഏത് കാലത്തും എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കാവുന്ന, സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഏത് സമയത്തും കടന്നു ചെന്ന് ആ പ്രകാശത്തിൽ വസിക്കാനായിട്ട് നമുക്ക് പറ്റും. ഈ നേരായ പാതയിൽ നടക്കണമെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ വേണം. നമ്മൾ അത് ദിനംതോറും. പിന്നെ കർത്താവ് വേറൊരു കാര്യം പറഞ്ഞത് എന്താ, എൻ്റെ വചനം നിങ്ങളിലും എന്നിലും വസിച്ചാല് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ദൈവ വഴികളിൽ നമ്മൾ നടക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിനുള്ളിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ അതിൻ്റെ വാക്കുകളാണ്. അപ്പോഴാണ് നമ്മുടെ നാവിൽ കൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം 42:16 വായിക്കാം. കുരുടന്മാർക്ക് വഴികാട്ടിയായിട്ട് ഈ ദൈവവചനം കൊടുക്കുന്നത്, അറിയാത്ത ഞാൻ കുരുടന്മാരെ അവർ അറിയാത്ത വഴിയിൽ നടത്തും, അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും. ഞാൻ അവരുടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയും ആക്കും. ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും. ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കുമെന്നാണ് വചനമായ ദൈവം പറയുന്നത്. എന്തുകൊണ്ടത് വിട്ടുകളയാതെ? കാര്യം ദൈവം നിത്യനാണ്, അതുകൊണ്ടാണ് അവൻ പറയുന്നത് വിട്ടുകളയാതെ നിവർത്തിക്കുമെന്ന്. വിട്ടുകളയാതെ നിവർത്തിക്കുമെന്ന് പറയാൻ മനുഷ്യരായി നമ്മളെ കൊണ്ട് പറ്റുമോ? ഒരിക്കലും നമുക്ക് സാധ്യമല്ല. നിത്യനായ ദൈവത്തിന് മാത്രമേ പറയത്തുള്ളൂ ഞാൻ ഇതിനെ വിട്ടുകളയാതെ നിവർത്തിക്കുമെന്ന്. കുരുടന്മാർക്ക് കാഴ്ച കൊടുത്ത് ദുർഘടങ്ങളെ സമഭൂമിയാക്കി. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ അവസ്ഥകളിലും നമ്മൾ ഏതെല്ലാം അവസ്ഥകളിൽ, രോഗത്തിന്റെ അവസ്ഥകളിൽ കടന്നു പോകാറുണ്ട്, പ്രതികൂലങ്ങളുടെ അവസ്ഥയിൽ കടന്നു പോകാറുണ്ട്. ഇതിലെല്ലാം നമ്മുടെ ഈ പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് പരിഹാരം തരുന്നത് നമ്മുടെ ദൈവത്തിന്റെ പ്രകാശം നമ്മളിൽ ഉദിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഈ ദൈവത്തിന്റെ വചനം അതുകൊണ്ട് സാധാരണ നമ്മൾ പറയത്തില്ല തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ലെന്ന്. ദൈവത്തിന്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതം, അതായത് ദൈവത്തിന്റെ വചനം നമ്മളിൽ ക്രിയ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ലോകത്തിന്റെ ഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അതിനെ പിടിച്ചു നിൽക്കാൻ ദൈവമക്കൾക്ക് ദൈവം കൃപ കൊടുക്കുന്നത്. പിന്നെ നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ കൂടി കടന്നു പോയിട്ടുള്ള അനേകരും
ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ട് അവരുടെ സാക്ഷ്യങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്താറുണ്ട്. ഞങ്ങൾ കടന്നു പോയപ്പം ചിലർ പറയും അന്ധകാരം കണ്ടു എന്ന് പറയുന്നു, വലിയ ഭീതിപ്പെടുത്തുന്ന അന്ധകാരം. ചിലർ പറയുന്നു ഞങ്ങളൊരു വലിയ ഒരു വെളിച്ചം കണ്ടു. നമ്മൾ ഒരു വെളിച്ചമല്ല ദൈവമക്കളെ കാണുന്നത്, നമ്മൾ സത്യവെളിച്ചമായ ദൈവത്തെയാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ അനേകർക്ക് ഈ ഭൂമി വിട്ടു പോകാനായിട്ട് മരിക്കാൻ പേടിയാണ്. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ ദൈവത്തെയാണ്, നമ്മുടെ പ്രകാശഗോപുരമായ നമ്മുടെ ദൈവത്തെ നമ്മൾ കാണുന്നത് കൊണ്ട് അവന്റെ സന്നിധിയിലേക്കാണ് കടന്നുവരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയാലും നമുക്ക് ഭാരപ്പെടേണ്ട പേടിക്കേണ്ടതൊന്നുമില്ല. ദൈവമക്കൾ എന്നും നമ്മൾ ഇന്നാണോ നാളെയാണോ ഈ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴാണോ നമ്മൾ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ദൈവത്തെ കാണുവാനായിട്ട്, ആ പ്രകാശപാതയിൽ നടക്കുവാനായിട്ട്, ഈ ദൈവത്തിന്റെ വചനവുമായിട്ട് നിൽക്കുവാൻ നമ്മളെ തന്നെ നമുക്ക് ഒരുക്കണം. ദൈവമക്കളെന്ന് പറയുന്ന പലരും, ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ദൈവം ഇനിയും വരാനായിട്ട് കുറേ കാലങ്ങൾ എടുക്കും, നമുക്ക് കുറേ നാളുകൂടെ ജീവിക്കാമെന്നുള്ള അവസരം. അതല്ല, ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മൾ ഏത് സമയത്ത് ഒരുങ്ങി നിൽക്കണമെന്നാണ്. നമ്മുടെ കർത്താവ്, നമ്മുടെ പ്രിയൻ ഏത് നേരത്തെ നമ്മളെ വിളിച്ചാലും നമ്മൾ പോകാനായിട്ട്, നമ്മൾ വാസ്തവമായിട്ട് നമ്മൾ കർത്താവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞ നമ്മുടെ പ്രിയൻ, നമ്മൾ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ ഈ കൊട്ടാരങ്ങളും ഈ വീടുകളും ഈ വണ്ടികളും ഇതൊക്കെ നമ്മുടെ ശാശ്വതമല്ല. നമ്മൾ എന്താ പറയണ്ടത്, നമ്മളൊരു വെക്കേഷന് കടന്നു പോകുമ്പോൾ ഒരു വീട് നമ്മൾ വാടകയ്ക്ക് എടുത്ത്, അല്ലെ ഒരു വാഹനം നമ്മൾ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ഒരു സംഗതി മാത്രമേ ഇന്ന് നമ്മൾ ഈ ജീവിതത്തിലുള്ളൂ. നമ്മുടേതെന്ന് പറയാൻ നമുക്കൊന്നുമില്ല. എന്ന് നമ്മളെ കർത്താവ് വിളിച്ചാൽ, എന്ന് നമ്മൾ ഭവനത്തിലേക്ക് കടന്ന് തിരികെ വന്ന് നമ്മുടെ അപ്പച്ചൻ വിളിക്കുന്ന സമയത്ത് നമുക്ക് കടന്നു പോകണം. അത് നമ്മൾ കടന്നു പോകണമെങ്കിൽ പ്രത്യാശയില്ലാതെ കടന്നു പോകാൻ പറ്റത്തില്ല. പ്രത്യാശയോടെ കടന്നു പോകുന്ന ദൈവഭക്തന്റെ ആധാരം എന്ന് പറയുന്നത്, അവന്റെ പാതയ്ക്ക് പ്രകാശം എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ വചനമാണ്. 2 കോരിന്ത്യർ 11:14 നമുക്കൊന്ന് വായിക്കാം. സാത്താൻ താനും വിളിച്ച ദൂതൻ. അത് ആശ്ചര്യമല്ലോ, സാത്താൻ താനും വേഷം ധരിക്കുന്നുവല്ലോ. സാത്താൻ താനും വിളിച്ച ദൂതൻ. വെളിച്ചത്തിന്റെ ദൂതനായിട്ട് സാത്താൻ അവന്റെ എന്തുവാ, അവൻ ചെന്നായാണ്, പക്ഷെ അവൻ ആടിന്റെ രൂപത്തിൽ കടന്നു വന്ന് അങ്ങനെയാണ് ഇന്ന് നടക്കുന്ന ഈ ക്രിസ്തീയ സഭകളിൽ പോലും നടക്കുന്ന കാര്യമാണ്. വെളിച്ചദൂതന്റെ ഈ ചില പ്രവചനങ്ങളൊക്കെ ചിലർ നമ്മളോട് പറയും, അത് വാസ്തവമാണ് കേട്ടോ, ശരിയായിട്ടുള്ള പ്രവചനം പറയും. പക്ഷെ അതിന്റെ പിന്നിലുള്ള ചതിവ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പൗലോസും ശീലാസും കടന്നു പോകുമ്പോഴേക്ക് പറഞ്ഞ എന്തോ ഒരു വെളിച്ചപ്പാടത്തി ഒരു കടന്നു വന്ന് പറഞ്ഞു, ഇവര് ദൈവത്തിന്റെ ദാസന്മാരാണ്, നിങ്ങളോട് അറിയിക്കുവരാന്ന്. പക്ഷെ പറഞ്ഞ കാര്യം സത്യമല്ലയോ? അവള് പറഞ്ഞ കാര്യം സത്യമാണ്, എന്നാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആത്മാവ് അത് ശരിയായിരുന്നില്ല. അതാണ് പറഞ്ഞ സാത്താന് വെളിച്ചദൂതന്റെ വേഷം ധരിച്ച് അവന്റെ ഡിസപ്ഷൻ അതിൽ നമ്മൾ പെട്ടുപോകരുതെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഉത്സാഹിപ്പിക്കുന്നു. അതുപോലെ യോഹന്നാന് 1:4-5 കൂടെ നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ 1:4-5. അവനിൽ ജീവനുണ്ട്. അവൻ ആയിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയുന്നവനത്രേ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അപ്പം ഈ സത്യവെളിച്ചം, ഈ പാതയ്ക്ക് പ്രകാശം തരുന്ന ഈ സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നു എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ. ആ വെളിച്ചമാണ് നമ്മൾ പിന്തുടരുന്നത്. എന്നാൽ സാത്താൻ അനേക ഡിസപ്ഷൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അവന്റെ ആ ഡിസപ്ഷനിൽ പെട്ടുപോകാതിരിക്കണമെങ്കിൽ ശരിയായിട്ട് നമ്മൾ ദൈവവചനം അറിഞ്ഞിരിക്കണം. ദൈവമക്കളെ, സാത്താനും ദൈവവചനമൊക്കെ അറിയാം. പല ക്രിസ്ത്യാനികളെക്കാളും കൂടുതൽ ദൈവവചനം സാത്താൻ അറിയാം. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ വചനം ശരിയായ രീതിയിൽ ഗ്രഹിച്ചെങ്കിൽ മാത്രമേ വചനത്തിൽ കൂടി അവനോട് മറുപടി പറയാനായിട്ട്, നമ്മളെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയണമെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം നമ്മൾ ശരിയായിട്ട് അറിഞ്ഞിരിക്കണം. അത് വായിക്കാനായിട്ട് സാത്താൻ സമ്മതിക്കത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പലവിധമായ തിരക്കുകളിട്ട്
ആ, ആ, പല വിധത്തിൽ നമ്മളെ ഭാരപ്പെടുത്തുന്ന അവസ്ഥയൊക്കെ സാത്താൻ കൊണ്ടുവരും. എന്നാൽ അതിനെ ഈ ദിവസങ്ങളിൽ നമ്മൾ അതിജീവിക്കണം. ദൈവത്തിൻ്റെ വചനത്തിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. പിന്നെ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർ പോലും ഈ വചനം കൊണ്ടുവച്ചിട്ട് പണ്ടാണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പാസ്റ്റർ പോയി പ്രസംഗിച്ചേച്ച് പോയ, അല്ല, ഒരു വീട്ടിൽ ചെന്ന് പിന്നെ പ്രാർത്ഥിച്ചിട്ട് പോയി. അപ്പോൾ ഒരു സ്പൂണ് കൊടുത്ത ഒരു സ്പൂണ് ഇങ്ങനെ ബൈബിളിൽ അദ്ദേഹം വെച്ചിട്ട് പോയി. അന്നേരം പറഞ്ഞു, പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ സ്പൂണും കൊണ്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ മനസ്സിലായി. അത് വായിച്ചു നോക്കാൻ പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ വെച്ചിരുന്നെന്ന്. നേരെന്നാണേ നമുക്കറിയത്തില്ല, ഇങ്ങനെ പറയും. അപ്പൊ അതിനെ ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന നമ്മൾ പോലും ഈ ദൈവത്തിന്റെ വചനം വായിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല, നമ്മളെ പ്രകാശിപ്പിക്കുന്ന ഈ സത്യവെളിച്ചം നമ്മൾ ആദ്യം പ്രാപിക്കണം. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ ഈ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം നമ്മൾ പ്രാപ്തരാകണം. ദൈവത്തിന്റെ വചനത്തെ പറ്റി ധാരാളം പറയുവാനുണ്ട്. 1-ാം സങ്കീർത്തനത്തില് അത് വായിക്കുന്ന എന്തുവാ, നമ്മള് 1-ാം സങ്കീർത്തനത്തിന്റെ അതിന്റെ 2-ാമത്തെ വാക്യം, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണമെന്ന്. ഭാഗ്യവാൻ. കാരണം ഈ സാധിക്കാത്ത ഒരു കാര്യവും കർത്താവ് നമ്മളോട് പറയാറില്ല. രാപ്പകൽ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വയലിൽ ഒരു വചനം കിട്ടിയാൽ നമ്മൾ നടക്കുമ്പോഴേ, ഇരിക്കുമ്പോഴേ, പോകുമ്പോഴൊക്കെ ആ വചനം നമ്മുടെ ഉള്ളിൽ കൂടി കടന്നു വരുമ്പോഴാണ് അതിനെ രാപ്പകൽ. പിന്നെ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തില് അതിന്റെ 8-ാം വാക്യത്തില് യോശുവയ്ക്കൊരു ഉപദേശം ദൈവം കൊടുക്കുന്നുണ്ട്. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ ഒന്നും നിന്റെ വായിൽ നിന്ന് പോകരുതെന്ന്. ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് എന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്ന പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ഓക്കെ, ഞാനിത് പിന്നെ ഈ മെസ്സേജ് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോൽ പോലെയാണ്. 45-ാം അനേക സങ്കീർത്തനം. വചനങ്ങൾ, നമ്മൾ ഒരു വചനം വായിക്കുമ്പോൾ അതിന് ഒത്തുവാക്യങ്ങളൊക്കെ അനേക വചനങ്ങൾ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഇതുണ്ട്. നമുക്ക് അധികം സമയമില്ലല്ലോ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രകാശഗോപുരം നമ്മളെ എങ്ങനെയാണ് ആ പ്രകാശത്തിൽ കൂടി നടത്തുന്നത്, നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ ഈ പ്രകാശത്തിലേക്ക് നയിക്കാൻ കഴിയുന്നതെന്ന് ഈ വചനങ്ങൾ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും നമ്മൾ മറ്റുള്ളവരെ അത് പഠിപ്പിക്കുകയും നമ്മൾ തന്നെ പഠിക്കുകയും ചെയ്യാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്തോത്രം.